അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം സ്നേഹവും വിട്ടുവീഴ്ചയും സൗഹാർദ്ദവും പഠിപ്പിക്കുന്ന മതമാണ്. ഏതൊരു അക്രമിക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള അമലായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ച് പല ഹദീസുകളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമായ അമലുകൾ അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയെ? എൻ്റെ ജീവിതത്തിൽ ആ അമലുകൾ കൊണ്ടുവരാനാണ്. ആ അമലുകൾ എൻ്റെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും ഉത്തമമായ അമല് അതെനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഖാല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു, യാ ഉഖബത്തു, ഓ ഉഖബത്ത് ബിൻ ആമിറെ, സുൽമൻ ഖതഅക്, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവന്, നിന്നോട് ബന്ധം മുറിച്ചവനോട്, നിന്നോട് പിണങ്ങിയവന് നീ അങ്ങോട്ട് പോയി മിണ്ടുക, അവനോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോവുക, അവനോടുള്ള ബന്ധം നീ സ്ഥാപിച്ചെടുക്കുക. നീ തിരിച്ചങ്ങോട്ട് ഒരിക്കലും അവനോട് മിണ്ടാതിരിക്കരുത്, അവനോട് പിണങ്ങിക്കഴിയരുത്. നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ അങ്ങോട്ട് പോയി പറഞ്ഞ് സലാം പോയി പറഞ്ഞ് അവനോട് മിണ്ടി സന്തോഷത്തോടെ ജീവിക്കുക. ഇത് ഏറ്റവും പുണ്യമുള്ള അമലാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ വഅതി മൻ ഹറമക്, നിനക്ക് തടഞ്ഞു വെച്ചവനോട്, നിനക്ക് കിട്ടേണ്ടുന്ന ഹക്കുകൾ, നിനക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ തടഞ്ഞു വെച്ചവനോട് നീ അങ്ങോട്ടേക്ക് അവന് നൽകുക. നിന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവനെ നീ സഹായിക്കുക, അവൻ അങ്ങോട്ടേക്ക് കൊടുക്കുക. എങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഏറ്റവും പുണ്യമായ അമല് ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകും. അതുകൊണ്ട് എത്രയോ ആളുകളുണ്ടാവാം, പാവപ്പെട്ട എത്രയോ ആളുകൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ എന്തെങ്കിലും വാശിയുടെയോ വൈരാഗ്യത്തിൻ്റെയോ പേരിൽ തടഞ്ഞു വെച്ച ആളുകൾ, അവർ അതിനർഹരല്ല, അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കലായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നന്മ തടയുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകളെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? അത്തരം ആളുകളോട് നിങ്ങൾ തിരിച്ചങ്ങോട്ട് ആ രൂപത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല, വാശി കാണിക്കാൻ പാടില്ല. തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ വഅഫു അമ്മൻ ളലമക്, നിങ്ങളോട് അക്രമം കാണിച്ചവർ, നിങ്ങളുടെ അനീതി കാണിച്ചവർ, നിങ്ങൾ ശാരീരികമായി പീഡിപ്പിച്ചവർ, മാനസികമായി പ്രയാസപ്പെടുത്തിയവർ, മറ്റ് പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കെതിരെ ഒയ്തുവിട്ട ആളുകൾ, അത്തരം ആളുകൾക്കെതിരെ നിങ്ങൾ ഒരിക്കലും ആക്ഷൻ എടുക്കേണ്ട. അത്തരം ആളുകൾക്കെതിരെ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്. മറിച്ച് വഅഫു, അതേ, അവർക്ക് നീ അഫ്വ് ചെയ്തു കൊടുക്കൂ, അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, അവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കൂ. ഇതൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് നല്ല ക്ഷമ വേണം, നല്ല സഹനശക്തി വേണം. അള്ളാഹു നമുക്കതെല്ലാം നൽകി പറയപ്പെട്ട പോലുള്ള എല്ലാ അമലുകളും നിർവഹിക്കാനുള്ള വലിയ തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. സ്വൽസ്വഭാവികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. സർവ്വശത്രുക്കളുടെ ശത്രുതകളിൽ നിന്നും അള്ളാഹു നമുക്കും ബന്ധപ്പെട്ട സർവർക്കും വലിയ കാവൽ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.